ഇപ്പൊ സാർ പറഞ്ഞല്ലോ സെപ്റ്റംബർ 29 ശേഷമാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതെന്ന്. അപ്പൊ ഈ പറയുന്ന പോലെ ജൂൺ 6 നിർദ്ദേശിച്ചിരുന്ന അതിലെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന സർക്കുലറിൽ? ജൂൺ 6 വളരെ വ്യക്തമായി കൃത്യമായി ഇതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരാമർശിക്കുന്നു. ഇ എന്ന് പറയുന്ന സെക്ഷനിൽ, ഈ സർക്കുലറിന്റെ നിർദ്ദേശങ്ങളുടെ ഇ എന്ന് പറയുന്ന സെക്ഷനിലെ പോയിന്റ് നമ്പർ 11 വളരെ വ്യക്തമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരാമർശിക്കുന്നുണ്ട് സ്വർണം പണയം വെച്ച് എടുക്കുന്ന വായ്പകൾ എങ്ങനെ പുതുക്കി എടുക്കണം എന്നുള്ളത്. സ്വാഭാവികമായും ബുള്ളറ്റ് റീപേയ്മെന്റ് എന്നുള്ളൊരു പദം നമ്മൾ ആ സർക്കുലറിൽ കാണാൻ പറ്റും. ബുള്ളറ്റ് റീപേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വായ്പ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടവിനായി തന്നിരിക്കുന്ന നിയമം അല്ലെങ്കിൽ രീതി, തിരിച്ചടവ് രീതി എന്ന് പറയുന്നത് ഒറ്റ ഷോട്ടായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ഈ പണം അടയ്ക്കുകയും നിങ്ങളുടെ വായ്പ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഗഡുക്കളായിട്ട് അടയ്ക്കുന്ന വായ്പകളെ കുറിച്ച് ശ്രീപ്രിയ കേട്ടിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, ബുള്ളറ്റ് റീപേയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബുള്ളറ്റ് റീപേയ്മെന്റ് ആയി അടച്ച് പുതുക്കിയെടുക്കാൻ പറ്റുന്ന വായ്പകളെ കുറിച്ചാണ് ആ ഒരു പർട്ടിക്കുലർ ക്ലോസിൽ, ഈ സെക്ഷൻ ഇ ക്ലോസ് 11 പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബുള്ളറ്റ് റീപേയ്മെന്റ് ആണ് ബാങ്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ കിട്ടാക്കടമാകുന്നത് വരെ നിങ്ങൾക്ക് പലിശ അടച്ച് അത് പുതുക്കിയെടുക്കാം എന്നാണ് പറയുന്നത്.